ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബട്ടർ നാൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് മുട്ടയോ പാലോ ഈസ്റ്റോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഞാനിവിടെ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ മക്കളൊക്കെ കഴിക്കുന്ന സമയത്ത് പച്ചമുളക് അവർക്ക് കടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ചേർക്കണില്ല, മല്ലിയില മാത്രമേ ചേർക്കണുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല എരിവ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മുളകൊക്കെ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈസ്റ്റിന് പകരം ചേർക്കുന്നതാണ് കേട്ടോ. ഈസ്റ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി കിട്ടും. അതിന് പകരം നമ്മൾ സോഡയും അതുപോലെ ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, നല്ല സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുള്ളവർ പച്ചമുളകും മുളകും പൊടിയൊക്കെ നന്നായിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് മാവൊന്ന് കുഴച്ചെടുക്കുന്നത്. ഒരു 1.5 കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്ത അതുപോലെ തണുപ്പില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തൈരും കൂടെ ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ച് വെച്ചിട്ട് നമ്മൾ 1 മണിക്കൂറെങ്കിലും ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. എന്നാലേ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബട്ടർ നാൻ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് പരത്തിയിട്ട് നിങ്ങൾക്കത് മുറിച്ചെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ചപ്പാത്തി പോലെ തന്നെ, ചപ്പാത്തിയുടെ അത്രയും കനം കുറച്ചിട്ടില്ല, കുറച്ച് കനത്തോടു കൂടി തന്നെ പരത്തിയെടുക്കുക. ചപ്പാത്തി പലകയിലോ കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയുടെ ചെറിയ പീസൊക്കെ ഉള്ളത് കാരണം മുറിഞ്ഞു പോവാതെ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ സവാള എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർത്താൽ മതി കേട്ടോ. വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരുപാട് കനം കുറച്ചിട്ടല്ല പരത്തേണ്ടത്. നമ്മൾ സാധാരണ കുബൂസൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കരിഞ്ജീരകം കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. ഇത് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ മാവിൻ്റെ ഉള്ളിലായി പോവും ചപ്പാത്തി നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് 2 ഭാഗത്തും കുറേശ്ശെ കരിഞ്ജീരകം കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പരത്തിയതിന് ശേഷം നമ്മളിത് ചൂടായിട്ടുള്ള തവയിൽ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ചൂട് ചായയുടെ കൂടെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ നമ്മൾ നാനിൻ്റെ കൂടെ കറികളൊക്കെ കൂട്ടിയാണ് കഴിക്കാറുള്ളത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാനാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് പരത്തിയിട്ട് 4ആയിട്ട് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാം. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ കുബൂസ് പോലെ ഒറ്റ പൊള്ളയായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. കാരണം നമ്മളിതിൽ സവാളയൊക്കെ ചേർത്ത കാരണം തന്നെയാണ്. അപ്പോൾ ഇത് 2 ഭാഗം ആയി വരുന്ന സമയത്ത് നമ്മൾ 2 ഭാഗത്തും കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. എന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യും ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക കേട്ടോ. ബട്ടർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ആ ഒരു ബട്ടർ നാൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഞാനിവിടെ ബട്ടറാണ് 2 ഭാഗത്തും തേച്ച് കൊടുക്കുന്നത്. ഒരു ഭാഗത്ത് ബട്ടർ തേച്ചിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് തിരിച്ചിട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ 2 ഭാഗം ഇതുപോലെ തന്നെ മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കറികളുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. കറികളില്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.